യുധിഷ്ഠിരന്റെ ചോദ്യങ്ങളെല്ലാം കേട്ട് സഞ്ജയൻ മറുപടി പറയുകയാണ്. ധൃതരാഷ്ട്ര മഹാരാജാവാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. അദ്ദേഹവും സമാധാനമാണ് കാക്ഷിക്കുന്നത്. ധർമ്മിഷ്ഠരായ നിങ്ങൾക്ക് യുദ്ധമെന്ന ഹിംസാകർമ്മം ഒട്ടും യോജിക്കുന്നതല്ല. ഒരു യുദ്ധമുണ്ടായാൽ അതിലെ ജയവും പരാജയവും ഒരുപോലെ ദുഃഖത്തിന് കാരണമായി തീരും. നിങ്ങൾ ശത്രുവധത്തിന് മുതിരുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ദുഃഖപ്രദമാക്കി തീർക്കും എന്നതാണ് സത്യം. അതുകൊണ്ട് കൗരവന്മാർക്ക് സ്വസ്തിയുണ്ടാകുമാറ് നിങ്ങളെല്ലാം പ്രസാദിക്കണമെന്നാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് ആഗ്രഹിക്കുന്നത്. സഞ്ജയന്റെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ സഞ്ജയ, ഞാൻ യുദ്ധത്തെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ. യുദ്ധം ഒഴിവാക്കുകയാണെങ്കിൽ അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? യുദ്ധമില്ലാതെ കാര്യങ്ങൾ നേടാമെങ്കിൽ ദുഃഖപൂർണമായ പ്രവൃത്തികൾ പിന്നെ ആരാണ് ചെയ്യുന്നത്? ഞങ്ങൾ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ധൃതരാഷ്ട്രർ തൻ്റെ മക്കൾക്ക് വേണ്ടി അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നുണ്ട്. നീതിയും ധർമ്മവും ഉപദേശിക്കുന്ന വിതുരനെ അദ്ദേഹം പലപ്പോഴും അവഗണിക്കുന്നു എന്നതാണ് സത്യം.